കഥ തിരഞ്ഞെടുത്തതിൽ കുറേ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് നിവിൻ പോളി. ഇത്രയും ക്യൂട്ട്നെസ് ഉള്ള ഒരു നടൻ മലയാളത്തിൽ ആലേട്ടം കഴിഞ്ഞാൽ നിവിൻ പോളി തന്നെയാണ്, ഒരു സംശയം വിചാരിക്കേണ്ട. എന്ന് വെച്ച് മറ്റുള്ളവരാരും നടന്മാരല്ലെന്നല്ല, പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് നല്ലൊരു ആക്ടറാണ് നിവിൻ പോളി. അദ്ദേഹത്തിന് ഇനിയും വലിയ വലിയ പടങ്ങൾ കിട്ടട്ടെ, വലിയ വലിയ ആശംസകളാണ് ഈ സിനിമയോടുകൂടി വീണ്ടും തെളിയിക്കുന്നത്. നമുക്കറിയാം, ഫാർമ എന്ന് പറയുന്ന ഒരു സീരീസ് വന്നു, അതിനുശേഷം സർവമായ എന്ന് പറയുന്ന ഒരു ഹിറ്റ് വന്നു. ഇത് അതിലും ഹിറ്റാവും ഈ പടം. ഒരു ലാഗ് അങ്ങനെയൊന്നുമില്ല. അരുമൊക്കെ ഡയറക്ഷൻ സൂപ്പറാണ്. ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്, ട്വിസ്റ്റ് പറയുന്നുണ്ട്. എടുത്തു പറയാണ് സംഗീതമായാലും വിജയമോളായാലും രണ്ടിനും താല്പര്യം. അടുത്ത ഇരുമ്പോളിയുടെ അടുത്ത് ഇട്ടാന്ന് തോന്നുന്നു, അടുത്ത കൂടിയാന്ന് തോന്നുന്നു. ഇരുമ്പോളി ഒരു സാധാരണ മനുഷ്യർ പഴയ ലാഗൊക്കെ നോക്കിയിട്ടുണ്ട്. നല്ല പടമാണ്, കിട്ടും. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെയാണ് ഗംഭീരമായിട്ട്. നിവിൻപോളിയുടെ അടുത്തൊരു വെറൈറ്റി റോൾ, അതായത് ഒരു കഥയുടെ കൂടെ നിൽക്കുന്ന ഒരു നിവിൻപോളിയാണ് പടം നല്ല പടമായിരുന്നു. പിന്നെ നിവിൻപോളിയുടെ ഒരു വേറിട്ട ഒരു ഇതാണ് കണ്ടത്. ഇത് ശരിക്കൊരു ഹീറോ അങ്ങനെ ഒരു സംഭവമല്ല, കഥയാണ് ഇതിനകത്ത് ഹീറോ. അപ്പോൾ ബോബി സഞ്ജയ് ഇവരങ്ങനെയാണ് ഇതിനെ പ്രൊജക്റ്റ് ചെയ്തത്, റൈറ്റർ ഓഫ് ട്രാഫിക് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു വൈബ് സിനിമയ്ക്ക് മൊത്തത്തിലുണ്ടായി. ആ ഒരു ത്രില്ലിങ്, ഇമോഷണലി എല്ലാം കറക്റ്റ് ചെയ്ത്. പിന്നെ സാംസിയസിൻ്റെ സ്കോറ് ഗംഭീരമായിട്ട് സിനിമയ്ക്ക് ഇതായിട്ട്. പിന്നെ ഒരുപാട് വലിച്ചിട്ട് അതൊക്കെ അതേ കാലത്ത് തന്നെ നിന്നിട്ട് ഗംഭീരമായിട്ട്. അങ്ങനെ സോങ്ങുകളോ അനാവശ്യ ഡൈവേഷനുകളോ ഒന്നുമില്ല. സംഗീതമാണെങ്കിലും ലിജോ മോളാണെങ്കിലും ത്രില്ലിംഗ് ആയിരുന്നു. ഇത്ര നേരവും മനോഹരമായിട്ട് എവറിത്തിങ് എല്ലാം കോംപ്ലിമെന്റ് ചെയ്യുന്നതായിരുന്നു. എവറിത്തിങ് സൂപ്പറായിരുന്നു. ഒറ്റ വാക്കില്ല തന്നെ ഭയങ്കര ഒരു സംഭവം. കാരണം ഒരുപാട് പെർഫോമൻസ് പുള്ളി ചെയ്യേണ്ടി വന്നില്ല. പക്ഷെ പുള്ളിയുടെ ഒരു ഇതിലാണെങ്കിലും സംഗീതവും ലിജോ മോളും കൂടി പണം കൊണ്ടുപോയി. എന്ത് തോന്നുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ? എനിക്കും എല്ലാവരുടെയും പെർഫോമൻസ് ഭയങ്കര ടേക്ക് അവേ ആയിരുന്നു. എല്ലാവരും ഓരോരോ മൊമെന്റ്സിൽ, നിവിൻ ചേട്ടനാണെങ്കിലും ലിജോ ആണെങ്കിലും പിള്ളേരാണെങ്കിലും ഒക്കെ എല്ലാവരും ഓരോ മൊമെന്റിൽ കണ്ണ് ഇങ്ങനെ നിറയിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഭയങ്കര വേറൊരു മൂഡിലിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നും അറിയില്ല പറയാൻ. ക്ലൈമാക്സിൽ ഒരുപാട് ഓട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു 5 ദിവസം ഇപ്പം കുറച്ച് കട്ടായി. ഒരു 5 ദിവസം ഭയങ്കര കുറച്ചും കൂടി ഹെവി ആക്ഷൻ ഓറിയൻറ്റഡ് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്കും ഫസ്റ്റ് കട്ട് ഡബിനൊക്കെ കണ്ടപ്പോഴും ഇത്രയും വേണ്ട എന്ന് തോന്നിയിട്ട് കുറച്ചതാ. ഇതൊക്കെ റിയലി ഷൂട്ട് ചെയ്താ. ഒരു ട്രിവാൻഡ്രം ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ചാടിയതൊക്കെ ഞാൻ തന്നെ ചാടിയതൊക്കെ. അപ്പോൾ അതൊക്കെ കുറച്ച് ഹൈറ്റൊക്കെ കുറച്ച് പേടിയായിരുന്നു കേട്ടാ. പക്ഷെ ചാടിയ റോപ്പിട്ട് എന്നാലും കാലിനെ എന്തെങ്കിലും ഇല്ല, അത് പെർഫോം ചെയ്ത് എന്നാലും വയ്യായിരുന്നു. ചോദ്യം കൂടി ഉണ്ട്. ഈ ലിജോമോളുടെ ഒപ്പം കാറിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എന്തായിരുന്നു? ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ്, ഈ സിനിമയിൽ ഞാൻ എന്തൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ റീസൺ ലിജോ ആണ്. ലിജോ മോള് അതിപ്പോൾ ഞാൻ ഡയലോഗ് പറയുന്ന സീനാണെങ്കിൽ പോലും ലിജോ റിയാക്ട് ചെയ്യുന്നതിൻ്റെ കൗണ്ടറായിട്ടാണ് ഞാൻ ഡയലോഗ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ ലിജോയുടെ ഇമോഷൻസിനോടാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഷേപ്പ് ചെയ്യാൻ, ഈ ക്യാരക്ടർ ഷേപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ലിജോ മോളുടെ പെർഫോമൻസാണ്. കാരണം നമുക്ക് റിഹേഴ്സൽ ഉണ്ടായിരുന്നില്ല, എല്ലാം ഫസ്റ്റ് ടേക്കാണ് റിഹേഴ്സൽ. അപ്പോൾ ലിജോ എന്ത് ചെയ്യുന്നു എന്നുള്ള ഭയങ്കര സർപ്രൈസ് നമ്മളിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അതാണ് ഞാൻ റിയാക്ട് ചെയ്യണം. അപ്പോൾ എനിക്കും ഞാൻ പ്ലാൻഡ് അല്ലായിരുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ആദ്യത്തെ ഒരു ദിവസം 2 ദിവസമൊക്കെ പ്ലാൻ ചെയ്തോളൂ. പിന്നെ നമ്മൾ ഷോർട്ടിലാണ് എന്ത് എനിക്കും സാധിച്ചിട്ടുണ്ട്. നല്ല മൂവി. ഈ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് തന്നെ സിനിമ കാണാം. പിന്നെ ഇത് എല്ലാവരും പറയുന്ന പോലെ സംസാരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. ഇത് പുറത്ത് വന്നതിലും ഞാൻ ആ സിനിമയിലൊരു ഭാഗമായതിന് ഒരുപാട് സന്തോഷം. എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് മൂവി ഇത്രയും നല്ല കാസ്റ്റിൻ്റെയും ക്രൂവിൻ്റെയും കൂടെ ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. ഓഡിഷനും കാര്യങ്ങളുണ്ട്, പക്ഷെ എന്നാലും ഒരു ബ്ലെസ്സിങ് വേണം അതിന്. അതും സഞ്ജയ് സാറിൻ്റെ റൈറ്റിങ്ങിൽ ഒരു ഭാഗമാവെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. നിങ്ങളിനി സിനിമ കാണണം, നമ്മളെ പോലത്തെ ന്യൂ കമേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം. സന്തോഷം. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. നിങ്ങൾ കണ്ടില്ല, ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് എനിക്ക് മനസ്സിലായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു. നിവിൻ പോളിയും വീണ്ടും തുടർച്ചയായിട്ട് വീണ്ടും ഹിറ്റ് ചെയ്തത് പ്രതീക്ഷ. നിവിൻ ചേട്ടനോട് ഞാൻ 2ാമത്തെ പടമാണ്. ഞങ്ങളുടെ ഫസ്റ്റ് പടം വർഷങ്ങൾക്ക് ശേഷം ഭയങ്കര രസമായിരുന്നു. ഇതും നിവിൻ ചേട്ടനോട് വർക്ക് ചെയ്യാൻ തന്നെ ഭയങ്കര രസമാണ്. നിവിൻ ചേട്ടൻ ആക്ഷന് മുമ്പ് വരെയുള്ള നിവിൻ ചേട്ടൻ
ചില സീനുകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിവിചേട്ടൻ തന്നെ കുറച്ച് ടെൻഷനായിരുന്നു ആ കുഞ്ഞിനെയൊക്കെ എടുക്കുന്ന ഇതൊക്കെ. അങ്ങനെ ഒരു നിവിചേട്ടനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ജോളിയായിട്ടാണ് ചെയ്തത്, എല്ലാവരും ഭയങ്കര ചിരിച്ചെടുത്തത്. അപ്പോൾ ഇത് വേറൊരു ഇതായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെ തിയേറ്ററിൽ വരുമെന്നുള്ളത് അറിയില്ലായിരുന്നു. ഇപ്പോൾ കണ്ടപ്പോൾ കുറച്ച് സാറ്റിസ്ഫൈഡ് ആണ്. ഇനി കുറച്ചെന്ന് പറയാൻ കാരണം ഞങ്ങളത് ഒരുപാട് പ്രാവശ്യം കണ്ട്, ഇനിയിപ്പോൾ നോർമൽ ഓഡിയൻസ് കാണട്ടെ എന്നിട്ട് തീരുമാനിക്കട്ടെ.